കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന ആശാവർക്കർമാരുടെ സമരവേദി ചില നാടകീയ മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സമരവേദിയിലെത്തിയ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് മാറിയില്ലെങ്കിൽ താൻ പങ്കെടുക്കില്ലെന്നാണ് VD സതീശൻ പറഞ്ഞത്. മറ്റു നിർവാഹമില്ലാതെ പിന്തിരിഞ്ഞ മാങ്കൂട്ടത്തിൽ പിന്നീട് സതീശൻ മടങ്ങിയതിനു ശേഷമാണ് തിരികെ സമരവേദിയിലെത്തിയത്. അന്ന് അത് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങൾ ആഘോഷിച്ചു. മാങ്കൂട്ടത്തിന് ഒരിക്കലും കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ലെന്നും സതീശനും നേതാക്കന്മാരും തടസ്സം നിൽക്കുമെന്നുമാണ് അവർ വിധിയെഴുതിയത്. എന്നാൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല മാങ്കൂട്ടത്തിന്റെ പേരിൽ. എന്നിട്ടും എന്തിന് ചില നേതാക്കൾ അയിത്തം കാണിക്കുന്നു എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുകയാണ് മാങ്കൂട്ടത്തിൽ. കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ സ്വതന്ത്രനാണ് പാലക്കാട് MP. ഇതിനിടയിലാണ് ചില ഈഗോകൾ നേതാക്കന്മാർ വെച്ച് പുലർത്തുന്നത്. നേരത്തെ LDF മന്ത്രി പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അംഗീകരിച്ചത് നമ്മൾ കണ്ടതാണ്. CPM നേതാക്കൾ ഇപ്പോഴും മാങ്കൂട്ടത്തിലിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയാണ്. അപ്പോഴും മാങ്കൂട്ടം ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയുമായി രാഹുൽ വേദി പങ്കിട്ട് കഴിഞ്ഞു. മന്ത്രിക്കൊപ്പം പാലക്കാട് നടന്ന പൊതുപരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. റവന്യൂ വകുപ്പിന്റെ പട്ടയമേളയിലാണ് അതിഥിയായി രാഹുൽ MLA എത്തിയത്. പരിപാടിയുടെ ആദ്യാവസാനം വേദിയിലുണ്ടായിരുന്ന MLA സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ 2 മാസം പിന്നിട്ടിട്ടും പരാതിക്കാരിയെ കിട്ടിയില്ല എന്നതാണ് വാസ്തവം. രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല. ഇതോടെയാണ് CPMന്റെ ഗൂഢാലോചന പൊളിഞ്ഞു വീണത്. ഒടുവിൽ പിണക്കം മറന്ന് പാലക്കാട് MP VK ശ്രീകണ്ഠനും MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം ഇരു നേതാക്കളും ഒരു വേദിയിൽ എത്തിയിരിക്കുകയാണ്. വേദി പങ്കിട്ടതിന് പിന്നാലെ MPയുടെ മുന്നിൽ ചില ആവശ്യങ്ങൾ കൂടി മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരുന്നു. ആ വീഡിയോ കാണാം. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം അദ്ദേഹം തന്നെ പറഞ്ഞു. 126 കോടി 25 കോടി രൂപ MPയുടെ ഫണ്ടിലേക്ക് 30 കോടി വെച്ച് എല്ലാ MLA-മാർക്കും കൊടുക്കുകയാണ്. അദ്ദേഹം വാക്ക് മാറ്റി. അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞത് ഹെഡ്ക്വാർട്ടേഴ്സ് MLA-ക്ക് 5 കോടി അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അതെ, സത്യത്തിൽ അദ്ദേഹം സരസമായി പറഞ്ഞെങ്കിലും ഒരു നല്ല ആശയമാണ്. ഇപ്പൊ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള അല്ല അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് അതിൽ കുറേയേറെയൊക്കെ കണ്ടെത്താൻ കഴിയും. ഏതാണ്ട് 1,82,000 കോടി രൂപയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ആകമാനം അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമായി കരുതപ്പെട്ടു. അതിൽ കുറച്ചൊക്കെ ആധാറുമായി ലിങ്ക് ചെയ്യാപ്പെടാത്തതിന്റെ പ്രശ്നങ്ങൾ അതെല്ലാം ജനപ്രതിനിധികളെ വ്യക്തിപരമായിട്ടല്ലോ ഏൽപ്പിക്കുന്നത്. അത് ജനപ്രതിനിധികളുടെ ഫണ്ടുകളിൽ കൊടുക്കുക വഴി ഏറ്റവും കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തുന്ന ഒരു നല്ല മാർഗമായിരിക്കും. അത് സത്യത്തിൽ ഇവിടെ അതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല എങ്കിലും നിങ്ങളുടെ ഉന്നതമായ തലങ്ങളിൽ അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് അവിടെയെല്ലാം എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ആശയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാലക്കാട് ജില്ലയിൽ മാത്രം ഇത്രയേറെ പണം ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം. കൂടുതലായി ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും ബാങ്കിന്റെ പ്രതിനിധികളെ ഒന്നിച്ച് കണ്ടുകൊണ്ട് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരാവശ്യം കൂടി, ഒന്നല്ല 2 ആവശ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഡാറ്റാ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിന്റെ ഭാഗമായിട്ട് പല ബാങ്കുകൾ കണ്ണാടിയും മാത്തൂരും പോലെയുള്ള പഞ്ചായത്തിലെ ആളുകൾ ഭൂമിക്ക് മുകളിലുള്ള ലോണുമായി വരുമ്പോൾ പല ബാങ്കുകൾക്ക് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൻ്റെ ആവശ്യമില്ല, അതൊരു കൺഫ്യൂഷൻ മാത്രമാണ്. പക്ഷേ ആ കൺഫ്യൂഷൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഇപ്പോൾ ആളുകൾ ലോൺ എടുക്കാൻ വരുന്നത് അവരുടെ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലാണ്. കുറച്ച് പൈസ കയ്യിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലോൺ എടുക്കാൻ വരുന്ന ഒരു മനുഷ്യനെ എനിക്കറിയില്ല. ഒന്നുകിൽ വരുന്നത് ഏതെങ്കിലും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, അതല്ല എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിവാഹം പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത്, അതല്ല എങ്കിൽ ഒരു വീട് പണി നടക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ മാത്രമാണ് ആളുകൾ ബാങ്കുകളെ ലോൺ എടുക്കാൻ സമീപിക്കുക. ഈ ഡാറ്റാ ബാങ്കിന്റെ വിഷയം എന്ന് പറയുന്നത് ഭരണതലത്തിൽ പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലാ കളക്ടറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. MP അതിനകത്ത് വളരെ ഗൗരവത്തോടു കൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ ബാങ്കുകൾ
കുറച്ചുകൂടി മാനുഷികമായി അതിൻ്റെ ഒരു ആളുകൾ വരുന്നതിൻ്റെ അതിൻ്റെ ഒരു സാങ്കേതികത്വം മാത്രം നോക്കാതെ നിങ്ങൾ അതിൻ്റെ ഒരു മാനുഷിക വശം കൂടി പരിഗണിച്ച് ആളുകൾ വരുന്നതിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് നിങ്ങൾ അതിനകത്തൊരു അനുഭവപൂർണ്ണമായ നയം സ്വീകരിക്കുവാൻ ലീഡ് ബാങ്കിൻ്റെ മാനേജർ തന്നെ മുൻകൈയെടുത്ത് ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്നുള്ള ചെറിയ റിക്വസ്റ്റ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല മാനേജർമാരെ ഞങ്ങളെല്ലാം മാറി മാറി വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എഡ്യൂക്കേഷൻ ലോൺ. എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുക്കാൻ പലപ്പോഴും പല ബാങ്കുകൾക്കും ഒരു പ്രയാസമുണ്ട്. പല ബാങ്കുകൾക്കുണ്ട്. പല ബാങ്കുകളിലും ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അത് കുറ്റമായിട്ട് പറയല്ല, നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, നിങ്ങൾ മുകൾ തലങ്ങളിൽ പറയേണ്ടതാണ്. അപ്പം പലപ്പോഴും എഡ്യൂക്കേഷൻ ലോണിൻ്റെ റീപേയ്മെൻറ്റ് റേഷ്യോ കുറവാണ് എന്നുള്ളതാണ് നിങ്ങളൊരു ബാങ്കിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതൊരു വലിയ ന്യായമായ കാര്യമായി തോന്നും. പക്ഷേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ഭാവിയെ സൃഷ്ടിക്കാൻ വേണ്ടി സത്യത്തിൽ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ ലോണുകൾ മെറിറ്റ് നോക്കിയിട്ട് CSR ഫണ്ടിൽ പോലും മാറ്റിവെക്കുന്ന തലത്തിൽ അതിന് ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വിഷയത്തിനകത്ത് ഒന്ന് ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഉണ്ടാകാതെ ആളുകളെ സഹായിക്കുന്ന ഒരു സേവന മേഖല കൂടിയാണല്ലോ ബാങ്കിങ്. അപ്പോൾ ആ രണ്ട് കാര്യത്തിനകത്ത് ബാങ്കുകളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥന കൂടി ഈ മീറ്റിങ്ങുമായി നേരിട്ട് ബന്ധമുള്ളതല്ല, അതുകൂടി പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉദ്യമത്തിന് എല്ലാവിധമായ വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.